മരച്ചീനിയെല്ലാം വന്നിട്ട് ഒരു 3-4 ഇല പരുവായി. അപ്പോൾ നമുക്ക് ഇതിനകത്തിന് വളമിടണം. പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ വഴുതനയ്ക്കെല്ലാം കുറച്ച് വളമിടാനുണ്ട്. അങ്ങനെ 1-2 ജോലിയുണ്ട്. സുഹൃത്തുക്കളെ, ഇത് വന്നിട്ട് ഒരു ചെറിയ മരുന്നാണ്. ഈ ചെടികൾ നല്ല ഗ്രോത്തായിട്ട് വളരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ച്. വേപ്പും പിണ്ണാക്ക് വന്നിട്ട് ഈ തക്കാളി, വഴുതന പോലത്തെ ചെടികൾ വന്നിട്ട് പെട്ടെന്ന് വേരിനൊക്കെ വന്നിട്ട് അസുഖം ഉണ്ടാവും. അപ്പോൾ ഞാൻ കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ അല്പം വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു 3 ദിവസം പുളിപ്പിച്ച സാധനമാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ നേർപ്പിച്ചതിന് ശേഷം വഴുതനയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ചെടികൾക്കും നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുമ്പളമൊക്കെ നിൽപ്പുണ്ട്, അതിന് അല്പം ഒഴിച്ചു കൊടുക്കാം. കായ പിടിക്കാൻ തുടങ്ങിയ വഴുതന ചെടിയാണ്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല കായ്ഫലം ഉണ്ടാകും.